ഞായറാഴ്ച ദിവസമാണ്, എനിക്ക് അവധിയാണ്. രാവിലെ അമ്മയുടെ അടുത്ത് അടുക്കളയിൽ ചെന്നപ്പോൾ എല്ലാ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മാവ് ഇന്നലെ അമ്മ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തിൻ്റെ. നന്നായിട്ട് പുളിച്ചു പൊങ്ങിയിരിക്കുന്ന മാവ് ഉണ്ടാക്കാൻ തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ് അല്ലേ. അപ്പം ഞാൻ ഈ അപ്പം ചുടുന്നൊരു പ്രക്രിയയിലേക്ക് അങ്ങ് കയറി. പിന്നെ അമ്മയാണെങ്കിൽ അപ്പുറത്ത് തോരൻ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇതൊരു നല്ല ചമ്മന്തി ആട്ടോ അപ്പത്തിനൊക്കെ. നിങ്ങൾക്ക് റെസിപ്പി വേണമെങ്കിൽ ഞാൻ ഇടാം, കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഞാനിങ്ങനെ അപ്പമൊക്കെ ഇങ്ങനെ ചുട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ചായ ഇടാൻ വേണ്ടിയിട്ട് പോയി. എനിക്കാണെങ്കിൽ രാവിലെ ചായ ഇച്ചിരി നിർബന്ധം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ചായയൊക്കെ തിളപ്പിച്ചു. പിന്നെയാണെങ്കിൽ അവിയൽ ഇങ്ങനെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമ്മയാണെങ്കിൽ അതിനകത്തോട്ട് മാങ്ങ അരിഞ്ഞിട്ടാണ് ഇന്ന് വെക്കുന്നത്. ഇപ്പം മാങ്ങ സീസണൊക്കെ അല്ലേ, അപ്പോൾ മാങ്ങ ഇട്ട് വെക്കാൻ സാധാരണ നമ്മൾ പുളിയൊക്കെ ഇട്ട് വെക്കും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അരപ്പൊക്കെ ഇട്ടിട്ട് അടച്ച് വെച്ച് വേവുന്ന നേരം കൊണ്ട് ഞാൻ പോയിരുന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിച്ചു. രാവിലെ നല്ല അപ്പവും അതിൻ്റെ കൂട്ടത്തിൽ തേങ്ങാ ചമ്മന്തിയും പിന്നെ കടലക്കറി ഉണ്ടായിരുന്നു. ഞാനൊരു ഇച്ചിരി എടുത്തിട്ടോ, അവിയലും എടുത്തിട്ടുണ്ടായിരുന്നു ഒരു അല്പം. അതൊന്നായി കഴിഞ്ഞപ്പോൾ ചായയൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞാനിങ്ങനെ ഇരുന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ കാണിക്കുന്നതല്ല, നല്ല ടേസ്റ്റായിരുന്നുടാ. നന്നായിട്ട് വന്ന അപ്പമൊക്കെ മാവൊക്കെ ആയതുകൊണ്ട് അപ്പത്തിനൊക്കെ ഭയങ്കര രുചിയായിരുന്നു. അതും ഭയങ്കര സോഫ്റ്റും ആയിരുന്നു. ഇങ്ങനെ തൊട്ടാൽ ഇങ്ങനെ വരുന്ന പോലത്തെ നല്ല അപ്പം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്ന കാര്യം നിങ്ങൾ മറക്കരുത് കേട്ടോ.